ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. +2 അക്കൗണ്ടൻസി നല്ല തകർത്ത് എഴുതാൻ വേണ്ടിയിട്ട് മക്കളെ നമുക്ക് അടിപൊളിയായിട്ട് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ പഠിച്ചാൽ തന്നെ നിങ്ങളുടെ ഒരു A+ എന്ന് പറഞ്ഞിട്ടുള്ള ആഗ്രഹത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിന് ആദ്യം ഞാൻ പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പിൻ്റെ ഏരിയ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. പാർട്ട്ണർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട്ണർഷിപ്പിൻ്റെ മീനിങ്, അതിൻ്റെ ഫീച്ചേഴ്സ്, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില പ്രൊവിഷൻസ് ഉണ്ട്. ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ എത്ര ശതമാനമാണ്? അത് 6%. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. പല രീതികളിലാണ് ചോദ്യങ്ങൾ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് എന്താ വെച്ചാൽ, നിങ്ങൾ പാർട്ട്ണർഷിപ്പിൻ്റെ ഏരിയ നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സും പാർട്ട്ണർഷിപ്പ് ഡീഡും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വരുന്ന കാര്യങ്ങളും പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിലുള്ള സിറ്റുവേഷൻസും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യ ഭാഗങ്ങളിൽ നിന്ന് പഠിക്കണം. അവിടെ നിന്ന് തിയറിയും പ്രോബ്ലവും നമുക്ക് ചോദിക്കാം. ആദ്യ ഭാഗങ്ങളൊക്കെ കുറേ കൂടി തിയറി ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗം നന്നായിട്ട് പഠിക്കണം. അത് ടോപ്പ് 10 ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തെ പൊസിഷൻ നേടി നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക, നന്നായിട്ട് തന്നെ പഠിക്കുക. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഗുഡ് വില്ലിനെ കുറിച്ചിട്ടാണ്. ഗുഡ് വിൽ എന്താണെന്ന്, ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഗുഡ് വിൽ എന്താണെന്നും ഗുഡ് വില്ലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണെന്നും ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷനും നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് ജേർണൽ എൻട്രീസ് എഴുതാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ പഠിക്കുക. അപ്പോൾ ആദ്യത്തെ ഏരിയ പാർട്ട്ണർഷിപ്പ് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഗുഡ് വില്ലിൻ്റെ ഏരിയ നന്നായിട്ട് പഠിക്കുക. ക്ലിയർ അല്ലേ? ഗുഡ് വില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുഡ് വില്ലിൻ്റെ മീനിങ്, ഗുഡ് വില്ലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഗുഡ് വിൽ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ജേർണൽ എൻട്രീസ്, അതിൻ്റെ വാല്യുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് തന്നെ പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഗുഡ് വിൽ. ക്ലിയർ അല്ലേ? പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് ഗുഡ് വില്ല് നമുക്ക് പല മെത്തേഡുകളിൽ, ഓൾമോസ്റ്റ് 3ഓളം മെത്തേഡുകളുണ്ട് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ നന്നായിട്ട് പഠിക്കുക. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, അതേപോലെ തന്നെ പല തരത്തിലുള്ള മെത്തേഡുകൾ വരുന്നുണ്ട്. ഈ മെത്തേഡുകൾ, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, ഈ മെത്തേഡൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ 3 മെത്തേഡും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുള്ളത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതങ്ങനെ തന്നെ വരണം എന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മളോട് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡായിരിക്കും ചോദിക്കുക. സോ ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷൻ, ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ നന്നായിട്ട് പഠിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പാർട്ട്ണർഷിപ്പ് പറഞ്ഞു, പിന്നെ ഗുഡ് വില്ലിൻ്റെ മീനിങ്ങും ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗുഡ് വില്ലും പറഞ്ഞു. അപ്പോൾ അതാ ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷനും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പല രീതികളിലാണ് ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ ചോദിക്കുക. അതായത് മാസത്തിൻ്റെ തുടക്കത്തിൽ പിൻവലിക്കുന്നതുണ്ടാവും, മാസത്തിൻ്റെ മിഡിൽ പിൻവലിക്കുന്നതുണ്ടാവും, മാസത്തിൻ്റെ അവസാനം പിൻവലിക്കുന്നതുണ്ടാവും. ഓക്കെ, അപ്പോൾ പല തരത്തിലാണ് എന്ത് വരിക, ഡ്രോയിങ്സ് വരും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അവിടെ നിന്നും എന്തായാലും നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ നന്നായിട്ട് തന്നെ പഠിക്കും. റെഡിയല്ലേ? ക്ലിയർ. പിന്നെ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ചോദ്യങ്ങളുണ്ടാവും. അതായത് റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ജനറൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേർണൽ എൻട്രീസ് എഴുതാൻ ചോദിക്കും. അപ്പോൾ റിട്ടയർമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് ജനറൽ റിസർവും പ്രോഫിറ്റും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലോസ് ആണുള്ളതെങ്കിൽ അതെങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സാണ്, ഷെയർ ഹോൾഡേഴ്സ് അല്ല, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അതെങ്ങനെയാണ് പോകുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ജനറൽ റിസർവ് ആണ്, അതെങ്ങനെയാണെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലോസ് ആണുള്ളത്, ഡെബിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. റിട്ടയർമെൻറ്റ് എന്നുള്ള പാഠഭാഗം നന്നായിട്ട് നോക്കുക. റെഡിയല്ലേ? അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം. പിന്നെ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്
ഈ രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യം. ഇനി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഈ കാണുന്ന ചോദ്യം. ഇവിടെ ഒരു പാർട്ട്ണർക്ക് ഒരു ഗ്യാരണ്ടി എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഗ്യാരണ്ടി കൊടുക്കുക. അപ്പോൾ ഇത്ര പ്രോഫിറ്റ് എന്തായാലും ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാത്ത പക്ഷം എന്തായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് അത് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഓക്കെ, ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ് വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ക്ലിയർ അല്ലേ? പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗുഡ് വിൽ ഓഫ് ദ ഫേം. ഒരു ഫേമിൻ്റെ ഗുഡ് വില്ലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. റെഡിയല്ലേ? ഓക്കെ, പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ് സാക്രിഫൈസിങ് റേഷ്യോൻ്റെ കാൽക്കുലേഷൻ. മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് തന്നെ പഠിക്കുക, സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. എങ്ങനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റെഡിയല്ലേ? നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ പഠിക്കാം. പിന്നെയും നമുക്ക് പാർട്ട്ണർഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ തന്നെ ഗുഡ് വിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റേഷ്യോസൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുക, പുതുതായിട്ടൊരു പാർട്ട്ണർ വരുന്ന സമയത്ത് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയ നന്നായിട്ട് തന്നെ പഠിക്കുക. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ക്ലിയർ? പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ഫസ്റ്റാണ്, ഇമ്പോർട്ടൻ്റ് ആണ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ. ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. റെഡിയല്ലേ? പിന്നെ നിങ്ങൾക്ക് 8 മാർക്കിന് വരെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതേപോലെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നന്നായിട്ട് തന്നെ പഠിക്കുക. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. പ്രിപ്പറേഷൻ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിച്ചു പോകുന്നതെങ്കിൽ, എങ്ങനെയാണ് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ +2 അക്കൗണ്ടൻസി എക്സാം വളരെ വളരെ എളുപ്പമായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല മാർക്ക് വാങ്ങിയിട്ട് വരിക എല്ലാവർക്കും. വിഷ് ഓൾ ദ വെരി സക്സസ്. അപ്പോൾ +2 അക്കൗണ്ടൻസീൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ അതിൽ പറയുന്നുണ്ട്. അതുകൂടി കാണാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് കാണാം. അതിൽ ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യാം. റെഡിയല്ലേ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.